ഇരട്ടത്താപ്പുമാണ് യഥാർത്ഥ വിഷയങ്ങളിൽ നിന്നും വ്യതിചലിക്കാൻ ഒരു ഫോട്ടോ യുദ്ധത്തിലേക്കാണ് ഇവിടെ സർക്കാർ പോകുന്നത്. അതിന് തുടക്കമിട്ടത് മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് സോണിയാഗാന്ധിയെ കാണാൻ വന്ന ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചിത്രം എടുത്തുകൊണ്ട് അതൊരു വലിയ വിഷയമാക്കി അവതരിപ്പിച്ചത്. അത് അവതരിപ്പിക്കുമ്പോഴും മുഖ്യമന്ത്രിയുടെ പാർട്ടിയിലെ ജില്ലാ സെക്രട്ടറിയായി കേസിലെ സൂത്രധാരൻ ജയിലിൽ കിടക്കുകയാണ്. അയാൾ ഇപ്പോഴും പാർട്ടിയിലെ ജില്ലാ കമ്മിറ്റിയിൽ തുടരുകയാണ്. അപ്പോൾ ഭരിക്കുന്ന സർക്കാരിനെതിരെ വിമർശനം വരുമ്പോൾ, ഭരിക്കുന്ന സർക്കാരിന് ഉത്തരവാദപ്പെട്ട കാര്യങ്ങളിൽ ചോദ്യങ്ങൾ വരുമ്പോൾ അതിന് മറുപടിയില്ലാതെ അന്ന് അയാളെ കണ്ടിട്ടുണ്ടല്ലോ, അന്ന് അപ്പുറത്തേക്ക് പോയിട്ടുണ്ടല്ലോ എന്ന് പറയുന്നത് ഒരു മറുപടിയല്ല. ഇനി ചിത്രങ്ങളുടെ കാര്യം പറയുകയാണെങ്കിൽ സർക്കാരിന് ചിത്രങ്ങളുടെ കാര്യത്തിൽ വേറെ മറുപടി പറയാനുണ്ട്. മുഖ്യമന്ത്രിയുമായിട്ടുള്ള ചിത്രത്തിന്റെ കാര്യം മാത്രമല്ല, വേറെയും ചിത്രങ്ങളുണ്ടല്ലോ. ഇന്നിപ്പോൾ കടകംപള്ളി ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി, അതോടൊപ്പം തന്നെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, ഇത് ബാംഗ്ലൂർ വിമാനത്താവളത്തിന് പുറത്ത് ഒരുമിച്ചിരുന്ന ആലോചനകൾ നടത്തുന്ന ഫോട്ടോ ആണ്. 2 ചിത്രങ്ങളുണ്ട്. ആ ചിത്രങ്ങൾ ഷിബു ബേബി ജോണാണ് പുറത്തുവിട്ടത്. അത് പുറത്തുവിടുമ്പോൾ അദ്ദേഹം പ്രത്യേകം പറഞ്ഞു, ഈ ചിത്രം ഞാൻ പുറത്തുവിടാൻ ഉദ്ദേശിച്ചിരുന്നില്ല, ഇതെനിക്ക് വളരെ മുമ്പ് കിട്ടിയതാണ്. പക്ഷേ സോണിയാഗാന്ധിക്കെതിരെ അനാവശ്യമായ ചർച്ചകളും വിവാദങ്ങളും നടത്തുന്ന പശ്ചാത്തലത്തിൽ ഞാനിത് പുറത്തുവിടുകയാണ്. അപ്പോൾ ആ കൂടിക്കാഴ്ച മന്ത്രിയായിരിക്കുമ്പോഴാണ്. എന്തിനാണ് ബാംഗ്ലൂർ വിമാനത്താവളത്തിൽ ബാംഗ്ലൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അവിടെ ഒരു കൂടിയാലോചന അന്നത്തെ ദേവസ്വം മന്ത്രി നടത്തിയത്? അപ്പോൾ ദേവസ്വം മന്ത്രി ഇപ്പോൾ മാനനഷ്ട കേസ് കൊടുത്തിട്ട് ആ മാനനഷ്ട കേസിന് അവിടെ മറുപടി പറയുമ്പോൾ അവിടെ ഈ പറയുന്ന അന്നത്തെ ദേവസ്വം മന്ത്രിയുടെ അഡ്വക്കേറ്റ് പല ദിവസങ്ങളിൽ കോടതിയിൽ ഹാജരായില്ലല്ലോ. അപ്പോൾ മാനനഷ്ട കേസ് കൊടുക്കുന്നു എന്നുള്ളത് ഒരു വാദമാണ്. ഇനി മുഖ്യമന്ത്രിയുടെ ചിത്രവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ ചിത്രം പ്രചരിപ്പിച്ചിട്ടുണ്ട്. ശരിയാണ്. ആ ചിത്രം ഇപ്പോൾ ഒരു കോൺഗ്രസിലെ ഈ പറയുന്ന ഒരു പ്രവർത്തക സമിതി അംഗം എടുത്ത് രാഷ്ട്രീയകാര്യ സമിതി അംഗം എടുത്ത് ഷെയർ ചെയ്യണോ എന്നുള്ളത് ഒരു ധാർമ്മികമായ പ്രശ്നമാണ്. അങ്ങനെ ചെയ്യുന്നത് ധാർമ്മികമായി ശരിയല്ല എന്നുള്ളത് തന്നെയാണ്. കാരണം അവനവൻ ഷെയർ ചെയ്യുന്നതിന്റെ ഉത്തരവാദിത്വം അവനവനുണ്ടാകണം.